நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അംഗീകരിക്കണം, അതാണ് ന്യായം. അയ്യോ, സങ്കടായെങ്കിൽ സോറി. ഗൗതമിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല ഞാൻ മാറിക്കിടക്കുന്നത്. കുറച്ചു കാലം കൂടി നമുക്ക് നല്ല കുട്ടികളായിട്ട് ജീവിക്കാം. ഞാൻ സോറി പറഞ്ഞില്ലേ. തൽക്കാലത്തേക്കേ ഞാനൊരു കിസ് തരാം. വേണ്ട. ശിവാനിക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ടേ നിധി സ്വന്തം കാര്യം നോക്കുന്ന പ്രതിജ്ഞ എടുത്തതിൽ ഈശ്വരമംഗലത്തെ എല്ലാവർക്കും വിഷമമുണ്ട്. പാർവതിക്ക് നിധിയെക്കുറിച്ച് പരാതി പറയാനേ നേരമുള്ളൂ. അവർക്ക് മാത്രമല്ലല്ലോ, നമുക്കും അതിൽ സങ്കടമില്ലേ? ചേച്ചിയുടെ തീരുമാനം മാറ്റാൻ അമ്മയും ശ്രമിച്ചതല്ലേ? പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പണ്ടേ അവൾക്ക് എല്ലാത്തിനും അവളുടേതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. നിധിയെടുത്ത ഏറ്റവും വലിയ തീരുമാനമായി ഇത്. ഇപ്പോഴാ അവള് സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നത്. നമുക്ക് ശിവാനിയുടെ കല്യാണം നടത്താൻ ധൃതിയൊന്നുമില്ല. 2-3 വർഷം കൊണ്ട് നടത്തിയാ മതി. ഈശ്വരമംഗലംകാർക്ക് ഇഷ്ടം പോലെ സാവകാശവും കിട്ടും. അതുവരെ നിധി ഭർത്താവായിട്ട് അകന്ന് ജീവിക്കണം എന്നാണോ എടുത്തി പറയുന്നത്? അതിപ്പോ ഭർത്താവ് ഗൾഫിലുള്ള പെണ്ണുങ്ങളും ജീവിക്കുന്നില്ലേ? അതുപോലെ ഗൗതമൻ വിദേശത്താണെന്ന് നിധി കരുതിയ പ്രശ്നം തീർന്നില്ലേ? ഗൗതമിന് 3 വർഷം കഴിഞ്ഞേ ലീവ് കിട്ടുള്ളൂ. നിധി മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാ മതി. അതിന്റെ ഒന്നും ആവശ്യമില്ല രേണു. നിധി ഇന്നലെ തന്നെ ശിവാനിക്ക് വേണ്ടി മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ കല്യാണാലോചനകൾ വരും. അത് അവള് നടത്തുകയും ചെയ്യും. കണ്ട ആപ്പ ഊപ്പ ആലോചനയൊക്കെ വന്നാലേ ഞാനും എന്റെ മോള് സമ്മതിക്കില്ല. ശിവാനിയെ ഈ കുടുംബത്തിലെ രാജകുമാരിയാ. അവക്ക് ചേരുന്ന ഒരു രാജകുമാരൻ തന്നെ വരണം. എങ്കിലേ കല്യാണം നടക്കൂ. ശരി, എങ്കിൽ സ്വന്തം മരുമകനാകാനിരിക്കുന്ന ആളെ കുറിച്ച് അമ്മായിയുടെ സങ്കല്പങ്ങ പറ. നമുക്ക് അതിനൊത്ത ആളെ നോക്കാലോ. പറയട്ടെ? ധൈര്യമായിട്ട് പറ. ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരനായിരിക്കണം. വെറും കോടിയൊന്നുമല്ല, കോടീശ്വരൻ. മുറ്റം നിറയെ കാറുകള്, വീട് നിറയെ ജോലിക്കാര്, ആനയ്ക്കെടുപ്പത് സ്വർണം. സ്വന്തം പേരിലും വീട്ടുകാരുടെ പേരിലും വീടും വസ്തുവും ചവറു പോലെ. ബിസിനസ് ഒക്കെ ചെയ്ത് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ ഒരു മരുമകൻ. അതാണ് എന്റെ സ്വപ്നം. ഇത്ര യോഗ്യതയുള്ള ഒരാളെ മാത്രമേ എനിക്കറിയൂ. അത് ഗൗതമേട്ടനാ. നിന്റെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ നീ വിളമ്പിയില്ലേ? ഇങ്ങനെ ഒരു ചെക്കനെ കിട്ടാൻ എന്ത് യോഗ്യതയാ നമ്മുടെ മോൾക്കുള്ളത്? അവക്കെന്താ യോഗ്യതയ്ക്ക് കുറവ്? ചെറുക്കൻ 2ാം കെട്ടല്ലേ. ശിവാനി ഗൗതമിന് കിട്ടുന്ന ലോട്ടറിയാ. എടുത്ത് എവിടെ വരെ പോകുന്നറിയാൻ ഞാൻ കാത്തു നിൽക്കായിരുന്നു. അപ്പൊ ഇതാണല്ലേ മനസ്സിലിരിപ്പ്?
എന്റെ മോളുടെ ജീവിതം വെച്ച് ഏട്ടത്തി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാ. അതൊന്നും ദൈവം നടത്തിയില്ലല്ലോ. അതുകൊണ്ട് ഏട്ടത്തി ശിവാനി സ്വപ്നം കാണലെങ്കിൽ നിർത്തിയേക്ക്. നിധിയും ഗൗതമിനെയും തമ്മിൽ പിരിക്കാൻ നിങ്ങൾക്കെന്നല്ല ഒരു ശക്തിക്കാവില്ല. ഇത്രയും കാലം എന്റെ ഉപ്പും ചോറും തിന്നിട്ട് എന്നോട് കുരയ്ക്കുന്നോ? ഉപ്പും ചോറും തിന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനും എന്റെ മക്കളും ഈ വീട്ടിൽ പട്ടിയെ പോലെ പണിയെടുത്തിട്ടാ. വലിയ കാര്യത്തിൽ ഏട്ടത്തി ഞങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ കണക്കെഴുതി വെച്ച ഒരു പറ്റുബുക്ക് കാണിക്കാറുണ്ടല്ലോ, അതില് ഞങ്ങളുടെ അധ്വാനത്തിന്റെ കണക്ക് കൂടി ഒന്ന് ഇട്ടു നോക്ക്. ഏട്ടത്തിക്ക് തരാനുള്ള കാശ് കഴിഞ്ഞ് ഇങ്ങോട്ട് പണം തരേണ്ടി വരും. നീ എന്നോട് കണക്ക് പറയാൻ മാത്രം വളർന്നോ? തിരിച്ചൊന്നും പറയാത്തത് പേടിച്ചിട്ടല്ല, ഏട്ടത്തി എന്നുള്ള സ്ഥാനം ഓർത്തിട്ടാ. പക്ഷേ എന്റെ മോളെ വീണ്ടും വീണ്ടും ചതിക്കാനാണ് ഭാവമെങ്കിൽ എനിക്ക് ആ സ്ഥാനം മറക്കേണ്ടി വരും. നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. എന്നോട് പറയുന്നതിനൊക്കെ നിന്റെ മോൾ അനുഭവിക്കും. അവളെ അനുഭവിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ല്, അവള് 10 വെട്ടി അടിക്കും. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. അമ്മ പൊളിച്ചു. എനിക്ക് അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചന്ദ്രി ഇങ്ങനെ പ്രതികരിച്ചു കാണുന്നത്. എനിക്ക് സന്തോഷമായി. നീ തന്നെ പറയട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ മിണ്ടാതിരുന്നത്. എനിക്ക് എവിടുന്ന് എത്ര ധൈര്യം കിട്ടിയെന്ന് അറിയില്ല ഏട്ടാ. അറിയാനൊന്നുമില്ല. നിധിയുടെ ജീവിതം തട്ടിയെടുക്കാൻ അമ്മയും മോളും കൂടെ വീണ്ടും ശ്രമിച്ചപ്പോ നീ ഒന്ന് പൊട്ടിത്തെറിച്ചു, അത്രയുള്ളൂ. ഏതൊരമ്മയും വയലന്റ് ആവുന്ന സിറ്റുവേഷൻ ആയിരുന്നു അത്. ഇനി ഈ വൈബ് കളയരുത്. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ തന്നെ നിന്നാ മതി. അമ്മായി ഒതുങ്ങിക്കോളൂ. പോടാ. എനിക്കിപ്പോ ഓർക്കുമ്പോ നാണക്കേട് തോന്നുക. ഏട്ടത്തിയോട് ഞാൻ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. നീ ഒന്ന് വെറുതെ ഇരിക്കും ചന്ദ്രി. പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നിഖില് പറഞ്ഞതുപോലെ ഇനി ഇങ്ങനെ തന്നെ പോട്ടെ. ഗുരുത്വദോഷമല്ല ഏട്ടാ. ഒരു ദോഷവും ഇല്ല. ദേ, ഇനി ഇതിന്റെ പേരിൽ അവളോട് സോറി പറയാനാണ് ഭാവമെങ്കിൽ നിന്നോട് പിണങ്ങുന്നത് ഞാനായിരിക്കും. ആ, അമ്മ ടെൻഷൻ അടിക്കണ്ട. അമ്മായിയോട് ഇനി എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് നിന്നാ മതി. പറഞ്ഞത് കേട്ടോ? ഗുഡ് ഗേൾ. കണ്ട ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞ് കുളിച്ചിട്ട് വരികയാണെന്ന് തോന്നുമല്ലോ. ആരെ കാണിക്കാനാ ഈ ഷോ? അതെ, ഞാനൊക്കെ ഡെയിലി 2 നേരം കുളിക്കുന്ന കൂട്ടത്തിലാ. പക്ഷേ ആ ശീലം ഇല്ലാത്തവർക്ക് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാലേ കുളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ തോന്നും. അതുകൊണ്ട് ആന്റിയെ ഞാൻ കുറ്റം പറയുന്നില്ല. നിന്റെ ഹണിമൂൺ നടക്കാത്തതിന് നീ എന്റെ തലേ കയറണ്ട. 1 മാസത്തിനുള്ളിൽ ശിവാനിയുടെ കല്യാണം ഞാൻ നടത്തും. അതേ മുഹൂർത്തത്തിൽ തന്നെ ഞാനും ഗൗതവും ഒന്നിക്കുകയും ചെയ്യും. ശിവാനി എപ്പ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതേ നീയല്ല. ഓ, ശിവാനി കല്യാണത്തിന് സമ്മതിക്കില്ല എന്നുള്ളതാണോ ആന്റിയുടെ കോൺഫിഡൻസ്? എങ്കിൽ അത് വേണ്ട. കാണാൻ ഇത്തിരി ഗ്ലാമറും കയ്യിൽ ഒത്തിരി പണവും ഉള്ള ഒരാളുടെ ആലോചന വന്നാ അവള് കാലുമാറും. ആന്റിക്ക് അവള് വല്ല വാക്കും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഓർത്തു വെച്ചോ.